ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ നിത്യജീവിതത്തിൽ സ്വാധീനം ചെലുത്താത്ത ആളുകൾ ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയകളെ തള്ളിപ്പറയുന്ന ഒരു സമൂഹവും നമ്മുടെ തന്നെ ഇടയിലുണ്ട്. നന്മയേക്കാളേറെ തിന്മയാണ് ഇതിലൂടെ സമൂഹത്തിന് ലഭിക്കുക എന്ന വാദക്കാർ. നിരത്താൻ അവർക്ക് ന്യായങ്ങളും ശക്തമായിട്ടുണ്ട്. ഫേസ്ബുക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്. 2004 സ്ഥാപിതമായ ഫേസ്ബുക്കിന് ഇന്ന് 1 ബില്യണിലധികം ആക്റ്റീവായ അംഗങ്ങളുണ്ട്. %56 കമ്പനികളും അവർക്ക് വേണ്ട മനുഷ്യ വിഭവശേഷിയെ കണ്ടെത്തുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. കഴിഞ്ഞ വർഷം 14.4 മില്യൺ ജനങ്ങളാണ് ഫേസ്ബുക്ക് വഴി ജോലി സാധ്യതകൾ തേടിയത്. ഇന്ന് സൗഹൃദ ബന്ധങ്ങളിൽ പ്രധാന അന്വേഷണം ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലേ എന്നാണ്. സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്ന പേരിലുപരി ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ്, ഓർക്കുട്ട് തുടങ്ങി 200-ൽ പരം പേരുകളും വകഭേദങ്ങളുമായി കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഈ നെറ്റ്വർക്ക് ഭീമൻ. ഒന്നുമില്ലെങ്കിലും ദിവസം പലതവണ തുറന്നു നോക്കുന്നത് ഫ്രിഡ്ജും ഫേസ്ബുക്കുമാണെന്ന ടെക്നോ തമാശ നാം കേട്ടിരിക്കും. ജനങ്ങൾക്ക് സമയദൂര പരിമിതികളില്ലാതെ ബന്ധപ്പെടാനും വിവരങ്ങൾ ഷെയർ ചെയ്യാനും കമ്മ്യൂണിറ്റികൾ എന്ന ശൃംഖല സദാ പ്രവർത്തനത്തിലാണ്. സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തും അപ്രതീക്ഷിതമായ വലിയ മാറ്റങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ മിനിറ്റിലും 72 മണിക്കൂറിലേറെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്ന യൂട്യൂബാണ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലെ രണ്ടാമത്തെ ഭീമൻ. ട്വിറ്ററും ഓർക്കുട്ടും തുടങ്ങി നിരവധി സൈറ്റുകളും ഇന്നത്തെ നമ്മുടെ ജീവിതക്രമത്തിലെ അനിവാര്യതയാവുകയാണ്. യുവത്വമാണ് ഇത്തരം നെറ്റ്വർക്കുകളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നവർ. പൊതുവെ ലോകം വിലയിരുത്തുന്നത് ഇന്നത്തെ യുവത്വം അപ്ഡേറ്റഡായ സമൂഹമെന്നാണ്. നമ്മൾ വർക്ക് സംബന്ധമായിട്ടുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. ഒബ്സർവേഷന് വേണ്ടിയിട്ടും അതേമാതിരി അതിൻ്റെ ട്യൂട്ടോറിയലായിട്ട് അതിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് നമ്മൾ വർക്ക് പർപ്പസിന് യൂസ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ FB പോലത്തെ അതേമാതിരി ഇന്ന് പത്രമാധ്യമങ്ങൾ TV കാണുന്നതിലേറെ യുവാക്കൾ യൂസ് ചെയ്യുന്നത് സോഷ്യൽ നെറ്റ്വർക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു യുവാവെന്ന നിലയിൽ നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടിയും ഫേവറായി തോന്നുന്നത്. നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സൊക്കെ നമുക്ക് നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഈ 2 സൈറ്റുകളും നമുക്ക് നന്നായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. എന്തൊരു കാര്യങ്ങളും ഇപ്പോൾ ഒരു ചെറിയ ഏതെങ്കിലും ലോക്കൽ പ്ലേസിൽ വല്ല എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അത് നാഷണൽ ലെവലിലാണെങ്കിലും മൾട്ടിനാഷണൽ ലെവലിലാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ ഇപ്പോൾ നമുക്ക് ഇൻ കേസ് നമുക്ക് ലൈവായിട്ടൊന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ യൂട്യൂബ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. വെബ് ടെക്നോളജിയുടെ കുതിച്ചുചാട്ടത്തിൽ ആശങ്കയുണർത്തുന്നവരും കുറവല്ല. ഈ അടുത്ത കാലത്തായിട്ട് പല വായനയുടെ ഇടയിൽ ഇടയ്ക്ക് വായിക്കാൻ സാധിച്ച ഒരു സമകാലിക മാഗസീനിൽ കണ്ട റിപ്പോർട്ട്, ചെറിയ പ്രായക്കാരായ കുട്ടികൾ വരെ സ്കൂൾ വിട്ട് വന്നാൽ ഉടനെ അവർ പോകുന്നത് അവരുടെ റൂമിലേക്കാണ്, സ്വകാര്യ റൂമിലേക്കാണ്.
പഴയ കാലത്തൊക്കെ ചെറിയ മക്കൾ അവരെ തോട്ടത്തിലേക്കോ തൊടിയിലേക്കൊക്കെ കളിക്കാൻ വേണ്ടി സുഹൃത്തുക്കളുമായിട്ട് വിളിച്ചു പോയി പാഞ്ഞിരുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് സ്വന്തം വീടിൻ്റെ അവരുടെ റൂമിലേക്ക് ഓടിയിട്ട് അവരുടെ ലാപ്ടോപ്പ് ഓപ്പണാക്കി വെച്ചിട്ട് സുഹൃത്തുക്കളുമായിട്ട് ചിരിക്കുകയും കളിക്കുകയും ചെയ്യാം. ഇങ്ങനെ വരുന്ന ഈ ചെറിയ മക്കൾ സ്വാഭാവികമായിട്ടും അവരുടെ സ്വന്തം വീട്ടിലുണ്ടാകുന്ന ഉമ്മായോ ഉപ്പയോ രക്ഷിതാക്കളെക്കുറിച്ച് യാതൊരു ബോധവാന്മാരാവുന്നില്ല. അവരെന്ത് പറഞ്ഞാലും ഇവരൊന്നും സ്വീകരിക്കുന്നില്ല. മാത്രമല്ല ഈ സ്വന്തം രക്ഷിതാക്കളെക്കാൾ ഉപരിയായിട്ട് അവർ സുഖവും സന്തോഷവും കണ്ടെത്തുന്നത് ഈ ലോകത്തിലൂടെ, അവരുടെ ഈ സ്വകാര്യ റൂമിലൂടെ അവർ കണ്ടെത്തുന്ന ഈ മഹാലോകത്തിലുള്ള മുഴുവൻ ഫ്രണ്ടിലൂടെയാണ്. ആദി ഉയർത്തുന്ന ചിന്തകൾക്ക് പക്ഷേ തടയാനാവാത്ത വിധം മീഡിയ ആക്ടിവേഷനുകൾ കുതിച്ചുയരുകയാണ്. ഫേസ്ബുക്ക് കൂടുതലായിട്ട് നമുക്ക് ഈ ഫ്രണ്ട്സിനെ കോൺടാക്റ്റ് ചെയ്യാനും, അതേപോലെ നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള ഫ്രണ്ട്സ് നമുക്ക് അന്നത്തെ കാലത്ത് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അന്ന് നമുക്ക് ഈ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫ്രണ്ട്സിന് ഇപ്പോഴത്തെ പോലെ ഈ മൊബൈൽ ടെക്നോളജികളോ അതേപോലെ ഈ കോൺടാക്റ്റ് ചെയ്യാനുള്ള ടെലിഫോൺ സംവിധാനങ്ങൾ അന്ന് ഒരുപാട് കുറവായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലം നോക്കുകയാണെങ്കിൽ നമുക്ക് ആ പേര് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരെ കൂടുതലായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വിവിധ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് വിവിധങ്ങളായ കാരണങ്ങളാണ് സോഷ്യൽ മീഡിയ അംഗത്വം എടുക്കുന്നതിന് പറയപ്പെടുന്നത്. എന്ത് ജോലിയുടേതാണെങ്കിലും, പ്രത്യേകിച്ച് ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്, അതിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സോഷ്യൽ മീഡിയയാണ് നമുക്ക് ഫേസ്ബുക്കൊക്കെ. അതൊക്കെ ധാരാളം യൂസ് ചെയ്യണം. പിന്നെ മൊബൈലുകളിൽ ഇന്ന് ഓരോ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളെ വർക്കുകളും മറ്റും കാണാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ നമ്മൾ പരമാവധി ഈ നെറ്റ് യൂസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് ഞാൻ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി നടത്തുന്നുണ്ട്. അപ്പോൾ അതിലെ വർക്കിലെ ഭൂരിഭാഗം വർക്കും എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ എനിക്ക് കിട്ടിയ സൗഹൃദങ്ങളുടെ കെയർ ഓഫിൽ വന്ന വർക്കുകളാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നന്നായിട്ടും നമ്മൾ ഒരു സെൽഫ് മാർക്കറ്റിംഗ് തന്നെയാണ് നമ്മൾ അതിലൂടെ ചെയ്യുന്നത്. നല്ലൊരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദർശന ടി വിയിലെ ഈ ലോകം എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള കാരണം തന്നെയും ഈ സൗഹൃദങ്ങളിലൂടെ തന്നെ ഉണ്ടായ ഒരു മെച്ചമാണ്. തീർച്ചയായും അതും ഇതിൻ്റെ ഒരു നല്ലൊരു ഗുണവശങ്ങളായിട്ട് പറയേണ്ടത് തന്നെയാണ്. ഒരു മീഡിയ ആയിട്ടാണ് എനിക്ക് കുറച്ചുകൂടെ അത് ഫീൽ ചെയ്യുന്നത്. കാരണം ടെലിവിഷനും പത്രവും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും അപ്ഡേറ്റഡ് ആവുന്നതുകൊണ്ട് നമുക്ക് ആ സാധനം ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയനെ ഫീൽ ചെയ്യുന്നത്, മീഡിയ എന്നുള്ള രീതിയിൽ തന്നെയാണ്. എല്ലാം ഏകോപിപ്പിച്ചാൽ അപ്ഡേറ്റഡ് വേൾഡിലേക്കുള്ള വാതിലാണ് സോഷ്യൽ മീഡിയ എന്ന് പറയാം. മാധ്യമഭീമന്മാരായ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ വരുന്നതിന് മുമ്പേ സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെ അപ്ഡേറ്റഡായ ന്യൂസുകൾ ഫ്ലാഷായി വരുന്നത് യുവത്വത്തെ പ്രചോദിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും സ്വത്തല്ല എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള സാധനം പറയുന്നതോടൊപ്പം പിന്നെ നമ്മൾ ലോകത്ത് നടക്കുന്ന എന്ത് കാര്യങ്ങളായാലും ആർക്കും ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളപ്പോൾ നമ്മൾ വിക്കിലീക്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, ഒളിച്ചു വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ ഈ സോഷ്യൽ മീഡിയ വന്നതോടെ ശരിക്കും യാഥാർത്ഥ്യമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോകത്ത് ഇപ്പോൾ കേരളത്തിൽ നടന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളോ ടെലിവിഷൻ മീഡിയയോ ഒക്കെ അത് വേണ്ടാന്ന് വെച്ചാലും സോഷ്യൽ മീഡിയ അതൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഓരോരുത്തരും അത് സെൽഫായിട്ട് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എന്തായാലും ജനങ്ങളിലേക്ക് എത്തും. അപ്പോൾ അത് മീഡിയ എന്നുള്ളതിൽ കൂടുതൽ പവർഫുൾ ഒരു സാധനമായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ എമർജ് ചെയ്ത് വരുന്നത്. പിന്നെ അതിലിപ്പം യൂട്യൂബിൽ പിന്നെ വീഡിയോസായിട്ട് വരുന്നുണ്ട്, ഫേസ്ബുക്കിലാണെങ്കിൽ വാൾ പോസ്റ്റ് ഓരോരുത്തരും സ്വന്തം അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇതുപോലെ വാൾ പോസ്റ്റ് ഇടുന്നതിലൂടെ വരുന്നത് വെച്ചാൽ പലരും നമ്മൾ ഒളിച്ചു വെക്കണം എന്ന് പലരും ആഗ്രഹിക്കുന്ന സാധനങ്ങളായിരിക്കും ഈ പുറത്ത് വരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഗുണം, അതായത് ജനങ്ങൾക്ക് എന്ത് കാര്യവും അറിയാമെന്നുള്ളൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഫേസ്ബുക്കും ട്വിറ്ററും മറ്റും മനുഷ്യരെ മാനസികമായ ഒരു അടിമത്വത്തിലേക്ക് നയിക്കുന്നുവോ എന്ന ചിന്തയും ഈ അടുത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ഇരുന്നിട്ട് അതിനൊരു മടി പിടിച്ചു വരാനൊരു സാധ്യതയുള്ളൊരു ആണ് സോഷ്യൽ നെറ്റ്വർക്കുകൾ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലത്തെ. കാരണം നമ്മുടെയൊക്കെ എല്ലാ അറിയുന്ന സുഹൃത്തുക്കളും അതിലുണ്ടാവും.
തീർച്ചയായും ഉണ്ട്. അഡിക്ഷൻ എന്നുള്ള ലെവലിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയാൻ കാരണം ഈ നമുക്ക് സോഷ്യൽ മീഡിയകളിലേക്ക് എത്തിപ്പെടാനുള്ള ചാനലുകൾ, മാധ്യമങ്ങൾ ഇപ്പോൾ എന്താ പറയുക കൂടുതലാണ്. അതായത് മൊബൈൽ ഫോൺ ഇപ്പോൾ കൂടുതലായിട്ടും മൊബൈൽ ഫോണിൽ നിന്ന് ഫേസ്ബുക്ക് പോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല റീച്ചാണ് ഇതിലേക്ക്. അപ്പോൾ എത്തിപ്പെടുന്നതിനുള്ള എളുപ്പം കാരണം തന്നെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. പിന്നെ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനും അല്ലെങ്കിൽ ഒരു വൈഡായിട്ടുള്ള റീച്ച് നമുക്ക് കിട്ടുമ്പോൾ അത് പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്താൻ നോക്കും. ആ ഉപയോഗപ്പെടുത്തലാണ് എന്താ പറയുക ആൾക്കാർ സ്വീകരിച്ചു തുടങ്ങുന്ന സമയത്ത് അതൊരു അഡിക്ഷനായി മാറും. അത് പെട്ടെന്നുണ്ടാവുന്നതല്ല, കാലക്രമേണ വന്നുകൊണ്ടിരിക്കുന്നൊരു. പല കമ്പനികളും തങ്ങളുടെ ഓഫീസ് സമയത്ത് സ്റ്റാഫുകൾ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ വ്യാപൃതരാകുന്നത് തടഞ്ഞിട്ടുണ്ട് എന്നതും ഗൗരവതരമാകുന്നുവോ എന്ന സംശയമുണർത്തുന്നു. ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഇപ്പോഴും സോഷ്യൽ നെറ്റ്വർക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിലെ വർക്കിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് ഈ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അത് കമ്പനിയുടെ ഒരു വളർച്ചക്കൊക്കെ അത് വളരെയധികം ബുദ്ധിമുട്ടാവുണ്ടെന്ന് മാനേജ്മെൻറ്റൊക്കെ കണ്ടെത്തിയേണ്ടതായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതലും പ്രൊഡക്റ്റീവായിട്ടുള്ള കമ്പനികളാണെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള സംഭവങ്ങളിലൊരു നിയന്ത്രണം ആവശ്യം തന്നെയാണ്. കാരണം കൂടുതൽ വർക്കേഴ്സ് തിരിഞ്ഞു പോകാനും അല്ലെങ്കിൽ പിന്നെ കൂടുതൽ സമയം കമ്പനിയുടെ ആവശ്യങ്ങൾക്കല്ലാതെ ഫേസ്ബുക്കിലും മറ്റു സമയം ചെലവഴിക്കാനൊക്കെയുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. എന്നാൽ അതേസമയം ഒരു നിശ്ചയ സമയം, എൻ്റെ ഒരു സുഹൃത്ത് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞ ഇതനുസരിച്ചിട്ട് ഒരു ദിവസത്തിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ എങ്ങാനും ഫേസ്ബുക്ക് ഉപയോഗിക്കാനുള്ള സാവകാശം ആ കമ്പനി കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള സമയം കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം അടുത്ത സമയം ഉപയോഗിക്കാം. അങ്ങനെ 2 മണിക്കൂറോളം ജോലി സമയം തന്നെ മറ്റു സൈറ്റുകളും കൂടി നോക്കാനുള്ള സാവകാശം കമ്പനി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു നിയന്ത്രണ വിധേയമായിട്ടുള്ള അനുമതികളാണെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ കമ്പനികളെ ദോഷകരമായി ബാധിക്കും. ജോലി സ്ഥലങ്ങളിൽ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകൾ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതോടുകൂടി അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ജോലിയിൽ അവർക്കുണ്ടാവേണ്ട ഒരു ചിന്തയും അതിൽ വ്യാപകമാവേണ്ട അവരുടെ ബുദ്ധിയും ചിന്തയും പലപ്പോഴും ചിതറിപ്പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ കമ്പനികൾക്കോ അവരെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കോ വേണ്ടതുപോലെ അവരെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. ഇങ്ങനെ വരുമ്പോൾ അവൻ്റെ ചിന്തയും ബുദ്ധിയും കാര്യമൊക്കെ ആ കമ്പനിക്കും ആ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത് അവൻ കമ്പനിയുടെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ സമയം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും വേണ്ടി ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിക്ക് കിട്ടേണ്ടതായ അവനെക്കൊണ്ട് കമ്പനിക്ക് കിട്ടേണ്ടതായ ഉപയോഗം ഇല്ലാതെയാവുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ അത് വലിയൊരു അപകടമാണ്. ഈ ഒരു കാരണം കൊണ്ടായിരിക്കും പല കമ്പനികളും കമ്പനിയിലിരുന്നു കൊണ്ട് ഫേസ്ബുക്കോ മറ്റുള്ളതോ ഉപയോഗപ്പെടുത്തരുത് എന്ന് പറയാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് രംഗത്തെയും പോലെ സോഷ്യൽ മീഡിയ രംഗത്തും ദോഷങ്ങളുണ്ട് എന്നത് യുവത്വം തിരിച്ചറിയുന്നുണ്ട്. ഇക്കാലങ്ങളിൽ വാർത്താ പ്രാധാന്യം നേടിയ പല കുപ്രസിദ്ധ സംഭവങ്ങൾക്ക് പിന്നിലും സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ ശരിയുണ്ട് കുറേയൊക്കെ. കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ ഈ 15 വയസ്സ് അല്ലെങ്കിൽ 10-നും 15-നും വയസ്സ് ഇടയിലുള്ള കുട്ടികളുടെ പാരൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ സൈബർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കേരളത്തിലൊക്കെ സജീവമായി തുടങ്ങുന്ന സമയത്തായിരിക്കും അവരുടെ യൗവനം. അവരെ സ്റ്റഡീസൊക്കെ ആ ഒരു സമയത്തായിരിക്കും, നമ്മൾ കമ്പ്യൂട്ടറൊക്കെ വന്ന ആ ഒരു സമയത്ത്. അപ്പം അവർ കമ്പ്യൂട്ടറിലൊക്കെ ലിറ്ററേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കാരണം അവർ ആ സമയത്തുള്ള ഈ ഡിപ്ലോമ കോഴ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്തിട്ട് അവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും കമ്പ്യൂട്ടറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് അവർ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നൊക്കെയുള്ളവർ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ യൂത്ത് അങ്ങനെയല്ല. ഇപ്പോഴത്തെ യൂത്ത് മൗസ് കിട്ടിയാൽ അതിപ്പോൾ എങ്ങനെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതൊന്നും അവർക്ക് നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ടച്ചുള്ള ഫോണ് എവിടെയൊക്കെ ടച്ച് എന്തൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ബട്ടൺ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മളാരും അല്ലെങ്കിൽ ഒരാളും അവർക്കൊരു യൂസർ മാനുവലും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പണ്ട് അങ്ങനെയല്ല. അവർക്ക് യൂസർ മാനുവലൊക്കെ പഠിച്ചിട്ടായിരിക്കും ചിലപ്പം ഒരു ഉപകരണം പ്രവർത്തിക്കും. അപ്പം ഇപ്പോഴുള്ള ജനറേഷന് നമ്മളാരും അങ്ങനെ പറഞ്ഞു കൊടുക്കാത്ത അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ അവർ അത് ദുരുപയോഗം ചെയ്യുന്നതിൽ വളരെ സാധ്യതയുണ്ട്. കാരണം അവരെന്നെ ഇങ്ങനെ സ്വയം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. നല്ലതിനെ സ്വീകരിച്ചാൽ മാത്രം. കാരണം അനാവശ്യമായുള്ള കാര്യങ്ങളിൽ പോയി ക്ലിക്ക് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ അറിയുന്നവരുടെ മാറ്ററുകൾ എടുത്ത് നമ്മൾ ഫോളോ ചെയ്താൽ മതിയല്ലോ. അതല്ലാത്ത വേണ്ടാത്ത കാര്യങ്ങൾ പോയി ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ
അനാവശ്യമായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത്. ഈ അഡിക്റ്റഡ് ആവുന്നുള്ള പറയുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശരിയാണത്. അതായത് നമ്മളിപ്പോൾ ഈ ബസ് സ്റ്റോപ്പിലാണെങ്കിലും ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫ്രണ്ട്സായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ വരെ ഈ കുട്ടികൾ ഈ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. കുറേയൊക്കെ ഈ അഡിക്ഷൻ തന്നെയാണെന്ന് പറയാൻ പറ്റുന്നത്. ആയിരക്കണക്കിനായ സുഹൃത്ത് ബന്ധങ്ങളെ ലഭിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പക്ഷേ മനുഷ്യൻ ഏകനായ വ്യക്തിയാകുന്നുവോ? കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോൺ സ്ക്രീനിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്ന മായിക ബന്ധങ്ങളാണ് എന്ന പക്ഷക്കാരും അതല്ല എന്ന പക്ഷക്കാരും നിരന്തര അന്വേഷണത്തിലാണ്. അങ്ങനെ പറയാൻ പറ്റില്ല ഒരിക്കലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് സൗഹൃദങ്ങൾ സ്ക്രീനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരിട്ട് അല്ല വേറൊരു തരത്തിലും ബന്ധമില്ലാത്ത ആൾക്കാരെ നമുക്ക് സ്ക്രീനിൽ നിന്ന് സുഹൃത്തുക്കളായിട്ട് കിട്ടിയിട്ടുണ്ട്. അവരുമായിട്ട് നേരിൽ നല്ല സൗഹൃദം ഇപ്പോൾ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്ക്രീനിൽ നിന്ന് കിട്ടി സ്ക്രീനിൽ അവസാനിക്കുന്ന ഒരു ബന്ധമായിട്ടോ സൗഹൃദമായിട്ടോ ഒന്നും സോഷ്യൽ മീഡിയയിൽ ഇതിനെ കാണാൻ കഴിയില്ല. ഒരു റൂമിൽ തൻ്റെ കമ്പ്യൂട്ടറിന് മുന്നിൽ പരിസരം മറന്ന് ചിലവഴിക്കുന്ന യുവത്വം മാതാപിതാക്കളെയോ പരിസര സമൂഹത്തെയോ മനസ്സിലാക്കുന്നില്ല എന്ന ആക്ഷേപവും യുവത്വത്തിനു നേരെ വരുന്നുണ്ട്. ഇപ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് ഫ്രണ്ട്സുകളൊക്കെ ഒരുപാടുണ്ട്. വേൾഡ് വൈഡായിട്ട് ഫ്രണ്ട്സാണ്, ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. സ്വന്തം അവൻ്റെ സ്വകാര്യ റൂമിൽ ഇരുന്നിട്ടാണ് ഈ സുഹൃത്തുക്കളുമായിട്ടൊക്കെ അവൻ സംസാരിക്കുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതൊക്കെ. പക്ഷെ അതോടൊപ്പം അവന് പഴയ കാലത്തൊക്കെ നമ്മുടെ ചെറിയ മക്കൾക്ക് പോലെ നമ്മൾക്കൊക്കെ ഉണ്ടായിരുന്നൊരു സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പുതിയ തലത്തിലേക്കാണ് ഈ സുഹൃത്ത് ബന്ധമൊക്കെ മാറിയിട്ടുള്ളത്. ഇഷ്ടംപോലെ ഉണ്ടെന്നാൽ പഴയ കാലത്ത് നമുക്കൊന്നും ഇല്ലാത്ത രൂപത്തിൽ വളരെ വ്യാപകമായിട്ട് സുഹൃത്തുക്കളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവൻ്റെ റൂമിലിരുന്നു കൊണ്ട് മറ്റുള്ള ലോകത്തുമായി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ഒറ്റപ്പെടുകയാണ്. അവൻ എന്തെങ്കിലും വരുന്ന സമയത്ത് അവനെ സഹായിക്കാനോ അവനോട് എന്തെങ്കിലും കാര്യങ്ങൾ സ്വന്തം അടുത്തിരുന്ന് സംസാരിക്കാനോ ആരുമില്ലാത്തൊരു ലോകം. ഇങ്ങനെ ആകുമ്പോൾ ഈ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകളിലൂടെ ലോകം മൊത്തം അടക്കിയിട്ട് അവനിഷ്ടം പോലെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് വലിയ ഫലം ചെയ്യൂല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ശരിയാണ്. കാരണം നമ്മൾ ഈ സിസ്റ്റത്തിൽ മാത്രം നോക്കിയിരുന്നിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. പിന്നീട് ചിലത് അതിൽ അപ്പുറത്തേക്ക് പോകാം. ഇത് നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ ഒരു ടെൻഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ്ബുക്ക് പോലത്തെ നെറ്റ്വർക്ക് സൈറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മുമ്പത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ടെൻഷനൊക്കെ റിലീസ് ചെയ്യുന്നത് നമ്മൾ കൂട്ടുകാരോടൊപ്പം കളിച്ച് അതുപോലെ തന്നെ അത് അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി സംസാരിച്ച് അങ്ങനെ മിങ്കിൾ ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്നൊക്കെ മാറി ഇതുപോലെ സോഷ്യൽ നെറ്റ്വർക്കുകളിലേക്ക് എത്തി എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിക്കൂടുന്നൊരു ചുറ്റുപാട് മനുഷ്യനുണ്ട്. മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള റിലാക്സേഷനും ഇല്ല, ചുമ്മാ ജസ്റ്റ് ഒരു ഫോർമൽ ചാറ്റിങ്, മേ ബി മനസ്സൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, ജസ്റ്റ് ഒരു ഫോർമൽ ചാറ്റിംഗ് ഒക്കെയാണ് അതൊരു ഏകനായിട്ട് ചിത്രീകരിക്കാൻ കാരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ ഈ വിർച്വൽ വേൾഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ വിർച്വലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ എപ്പോഴും വിർച്വലായിട്ട് തന്നെ ചിന്തിക്കുകയുള്ളൂ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ എപ്പോഴും പിന്നെ ഈ ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ റിയൽ വേൾഡിൽ നടക്കുന്ന ഇതിൻ്റെ ഒരു റെപ്ലിക്ക മാത്രമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിച്ഛേദം മാത്രമായിരിക്കും വിർച്വൽ വേൾഡിൽ ഉണ്ടാവുക. അപ്പം ലോകത്ത് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ഷൻസ് ആയിരിക്കും നമ്മൾ വിർച്വൽ വേൾഡിൽ കാണുക. അല്ലാതെ വിർച്വൽ വേൾഡിൽ അല്ലെങ്കിൽ നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് ബ്ലഡും പിന്നെ രക്തവും കാര്യങ്ങളൊക്കെ ഉള്ള മനുഷ്യന്, റിയൽ ആയിട്ടുള്ള മനുഷ്യന് എന്ത് ഫീൽ ചെയ്യുന്നു, അതിപ്പോൾ അവൻ്റെ വികാരങ്ങളായാലും അവൻ്റെ പ്രശ്നങ്ങളായാലും അവൻ്റെ വേറെ വല്ല വിഷയങ്ങളൊക്കെ ആണെങ്കിലും അവൻ്റെ റിയൽ ലൈഫിൽ അവൻ എന്താണോ ഫീൽ ചെയ്യുന്നത് അതായിരിക്കും അവൻ വിർച്വൽ വേൾഡിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ റിയൽ വേൾഡിൻ്റെ ഒരു റെപ്ലിക്കായിട്ടായിരിക്കും നമ്മൾ ഈ വിർച്വൽ വേൾഡിനെ അങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ കിട്ടുക. സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് അനിവാര്യതയാകുമ്പോൾ യുവത്വം ക്രമീകരിക്കപ്പെടേണ്ടതെങ്ങനെയെന്ന ചിന്തയ്ക്കൊപ്പം പങ്കുവെക്കപ്പെടേണ്ട ഒന്നാണ് പരിഭാവനമെന്നു കരുതുന്ന മതങ്ങളുടെ മുഖമെന്ന് ജനം വിശ്വസിക്കുന്ന സംഘടനകൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിവരുന്ന വിഴുപ്പലക്കലുകൾ. ഈ മതസംഘടനകൾ കൂടുതൽ ഈ കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുന്നത്, അതായത് ഈ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാത്തവർ അവർ ഈ കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും വലിയ പോസ്റ്റുകൾ കാണുന്ന സമയത്ത് അവർ കംപ്ലീറ്റ്ലി അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതി കാണുന്നുണ്ട്.
അത് എന്തെങ്കിലും വല്ല പോസ്റ്റുകൾ കാണുമ്പോൾ അതിന് കൂടുതൽ കമൻറ്റുകൾ ചെയ്ത് അത് ഒരു കാര്യമായിട്ടൊരു ഇഷ്യൂവിലേക്ക് എത്തുന്ന സംഭവങ്ങൾ പലതവണയും കണ്ടിട്ടുണ്ട്. അത് ഒരു വിഷമം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതായത് ഈ മതസംഘടനകൾ നമുക്ക് ഈ നേരായ വഴി കാണിച്ചു തരേണ്ടവരാണ്. അപ്പോൾ നമ്മൾ ഈ മതപരമായ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അതേപോലെ അവർ ഈ ഫേക്കായിട്ടുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ നമ്മളെ വിഴുപ്പലക്കുന്നത് കാണുന്ന സമയത്ത് അതൊരു വിഷമം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. വെർച്വൽ കമ്മ്യൂണിറ്റി എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ തങ്ങളുടെ ഹൃദയവികാരങ്ങളെ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ തുറന്നു വെക്കുമ്പോഴാണ് കബളിപ്പിക്കലിനും തുടർന്നുള്ള അനാരോഗ്യകരമായ അവസ്ഥക്കും കാരണമെന്നാണ് ഇന്ന് തിരിച്ചറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യുവത്വം ഭാവിയിൽ സോഷ്യൽ മീഡിയയുടെ കാണാപ്പുറങ്ങളിൽ നിന്ന് എന്തെല്ലാം ലോകത്തിന് സമ്മാനിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. സോഷ്യൽ നെറ്റ്വർക്ക് മേഖലകൾ അതിൻ്റെ നന്മയുടെ വശം ഉൾക്കൊണ്ടുകൊണ്ട് ഉപയോഗിക്കണം. ഇന്നത്തെ പുതിയ തലമുറ തയ്യാറാവണമെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അവരുടെ രക്ഷിതാക്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന നന്മയുടെ വശങ്ങൾ അവർ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളുന്ന രൂപത്തിലായിരിക്കണം രക്ഷിതാക്കൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു, പറയുന്നു, കേൾപ്പിക്കുന്നതൊക്കെ. എപ്പോഴും ഏത് ചെറിയ പ്രായത്തിൽ നിന്ന് വളർന്നു വരുന്നതാവുന്ന ഏത് തലമുറയും അവരുടെ മുന്നേ ഉള്ള ആൾക്കാരെ കണ്ടേ എപ്പോഴും പഠിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അവിടെ രക്ഷിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട്. രക്ഷിതാക്കൾ അവരെ നന്മ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വച്ചിട്ടാണെങ്കിൽ പോലും അവരുടെ അഭാവത്തിലാണെങ്കിൽ പോലും നിർബന്ധമായിട്ടും വളർന്നു വരുന്ന യുവതലമുറ എന്തായാലും ആ നന്മയുടെ വശം ഉൾക്കൊള്ളാനേ തയ്യാറാവുകയുള്ളൂ. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്നിടത്താണ് ദോഷവശങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം നല്ലതും ചീത്തയും തിരിച്ചറിയാൻ മനുഷ്യന് കഴിയും. അതിൽ ചീത്ത മാത്രം അന്വേഷിച്ച് പോകുന്നത് അതേ കിട്ടുള്ളൂ. നല്ലതിനെ അതേമാതിരി നമ്മുടെ ആവശ്യമുള്ളത് മാത്രം നമ്മൾ സ്വീകരിക്കുക, അനാവശ്യമായിട്ടുള്ളത് നമ്മൾ കഴിയൊഴിയുക. അതാണ് അതിൻ്റെ ഒരു ഇത്. അല്ലാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.